പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. ഭൂമിയിലായിരിക്കുമ്പോൾ തന്റെ ചുറ്റും കൂടിയിരുന്ന ശിഷ്യന്മാരെയും ജനസമൂഹത്തെയും പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാരംഭിക്കുന്ന പ്രാർത്ഥന നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വന്തം താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും മാത്രമാകരുതെന്നും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കു കൂടി വേണ്ടിയുള്ളതായിരിക്കണമെന്നും ഡോക്ടർ മുരളീധരൻ ഉദ്ബോധിപ്പിച്ചു. 517 രാജ്യാന്തര പ്രയർ ലൈൻ ഏപ്രിൽ 16 വൈകിട്ട് സംഘടിപ്പിച്ച യോഗത്തിൽ ലൂക്കോസ് 11:1-8 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കി മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു. അമേരിക്കയിൽ ഹർഷ സന്ദേശത്തിന് എത്തിച്ചേർന്നിരുന്ന കൺവെൻഷൻ പ്രാസംഗികനും കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ കെ മുരളീധരൻ ഹൃദയാന്തരഭാഗത്ത് നിന്നും ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാനാണ് നമ്മുടെ ദൈവം. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരുന്നതിനുള്ള കാരണം സ്വയത്തിൽ മാത്രം ഒതുങ്ങുന്ന പ്രാർത്ഥന മൂലമായിരിക്കണമെന്നും ഡോക്ടർ പറഞ്ഞു. ഡാളസിൽ നിന്നുള്ള പാസ്റ്റർ ബിജു ഡാനിയൽ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ IPL കോർഡിനേറ്റർ CV സാമുവൽ സ്വാഗതം ആശംസിച്ചു. ഈ ദിവസങ്ങളിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന IPL കുടുംബാംഗങ്ങൾക്കും ആശംസകൾ അറിയിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഡോക്ടർ ജോർജ് വർഗീസ് വാഷിംഗ്ടൺ DC നേതൃത്വം നൽകി. തുടർന്ന് PK തോമസ് കുട്ടി നിശ്ചയിക്കപ്പെട്ട പാഠഭാഗം വായിച്ചു. തുടർന്ന് ഡോക്ടർ കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂയോർക്ക് റോച്ചേഴ്സ്റ്റിലുള്ള ഡോക്ടർ നിതുൻ ഡാനിയൽ, ഡോക്ടർ അജു ഡാനിയൽ ദമ്പതികളുടെ 7 മാസം പ്രായമുള്ള അബിഗെയിലിന്റെ ആകസ്മിക വിയോഗത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെ ആശ്വാസത്തിനായി പ്രാർത്ഥിക്കണമെന്നും IPL കോർഡിനേറ്റർ TA മാത്യു പറഞ്ഞു. IPL സംഘടിപ്പിക്കുന്ന പ്രതിവാര പ്രാർത്ഥനാ യോഗത്തിൽ നിരവധി പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംബന്ധിച്ചിരുന്നുവെന്നും കോർഡിനേറ്റർ പറഞ്ഞു. തുടർന്ന് നന്ദി രേഖപ്പെടുത്തി പാസ്റ്റർ CV ആൻഡ്രൂസിന്റെ സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ശേഷം യോഗം സമാപിച്ചു. ഷിബു ജോർജ് ടെക്നിക്കൽ കോർഡിനേറ്റർ ആയിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. newsitpravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.